ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ ദ്വാരകയിൽ ദേവന്മാരുടെ വരവ്, അവർ ചെയ്യുന്ന ശ്രീകൃഷ്ണ സ്തുതി, ഇതൊക്കെയാണ് വർണ്ണിച്ചത്. ബ്രഹ്മാവ് ശ്രീകൃഷ്ണനോട് ചെയ്ത പ്രാർത്ഥന, ബഹുവിധങ്ങളായ ആ ഉപദ്രവങ്ങൾ കൊണ്ടൊക്കെ ഭയപ്പെട്ട യാദവന്മാർ കൃഷ്ണനോട് കൃഷ്ണൻ്റെ ഉപദേശം അനുസരിച്ച് പ്രഭാസതീർത്ഥത്തിൽ സ്നാനത്തിനുള്ള പുറപ്പാടാണ്. ഉദ്ധവൻ ഭഗവാനോട് ചെയ്യുന്ന ആ വിജ്ഞാപ്തി ഒക്കെ ഇവിടെ കാണാം. ശ്രീഹരി ഭക്തി ഇല്ലാത്തവരുടെ ഗതി, യുഗം തോറും ഭഗവാനെ ഏതു വിധത്തിലാണോ പൂജിക്കേണ്ടത്, ഈ സംഗതിയെക്കുറിച്ചുള്ള നിരൂപണത്തിന് ശേഷമാണ് ഈ പ്രകരം തുടങ്ങുന്നത്. 6-ാമത്തെ അധ്യായം. ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കണമെന്നാണ് ശ്രീശുക ബ്രഹ്മർഷി അപേക്ഷിച്ചത്. ഉദ്ധവര് ഭഗവത് പാദത്തോടുകൂടി തന്നെ ചേർക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇതിനാൽ 6-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ഈ കഴിഞ്ഞ അധ്യായങ്ങൾ കൊണ്ടൊക്കെ സ്വന്തം കാരുണ്യമായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ നില പ്രാപിക്കുന്നതിനെ പറ്റി ചുരുക്കത്തിൽ കാണിച്ചു തരൂ എന്ന കാര്യത്തെ പറഞ്ഞു. അങ്ങനെ 24 അധ്യായങ്ങൾ കൊണ്ട് സായുജ്യമുക്തിയെക്കുറിച്ച് വിസ്തരിച്ച് നിരൂപിക്കാൻ ഭാവിക്കുകയാണ്. ഇന്ദ്രോ മരുദ്ഭിർ ഭഗവാൻ ആദിത്യാവസോശ്വിനൗ ഋഭവങ്കിരസോ രുദ്ര വിശ്വേ സാധ്യശ്ച ദേവത. ഭഗവാനായ ദേവേന്ദ്രൻ, മരുദേവന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, അശ്വിനീദേവന്മാർ, ഋഭുക്കൾ, അങ്കിരസുകൾ, രുദ്രന്മാർ, വിശ്വദേവന്മാർ, സാധ്യന്മാർ തുടങ്ങിയവ അവരെയൊക്കെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് വരികയാണ്. അങ്ങനെ ഭഗവാനെ അവിടെ വെച്ച് കാണുന്നു. വപുഷായേന ഭഗവൻ നരലോകമനോരമ യശോവിതേനേ ലോകേഷു സർവലോകമലാപഹം. നിത്യവും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ബ്രഹ്മാദിദേവന്മാർ. എന്നാൽ പോലും അവർക്ക് ഇപ്പോൾ ഈ അവതാര സ്വരൂപം കാണണമെന്നുള്ള ആഗ്രഹത്തെ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ശോഭാവിശേഷത്തെ പറ്റി പറഞ്ഞു. ആരാണോ ദേഹം കൊണ്ട് മനുഷ്യലോകത്തിലുള്ള സർവരുടെയും മനസ്സിനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തെ കീർത്തനം ചെയ്യുക. ഭോഗ്യഭോഗ ഉപകരണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വിശേഷവിധിയായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ദ്വാരകയിൽ വസിക്കുന്ന ദേവന്മാർ പൂജിക്കുന്നതായിട്ടുള്ള അത്യത്ഭുത രൂപമായിട്ടുള്ള ഭഗവാൻ